നമസ്കാരം. ഫേസ് ടു ഫേസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് ചുഴി എന്ന ചിത്രത്തിലെ നായികമാരിൽ ഒരാളായ വിദ്യ കെ മോഹനാണ്. നമുക്ക് വിദ്യയുടെ വിശേഷങ്ങൾ ചോദിക്കാം. നിരവധി ഷോർട്ട് ഫിലിമുകളിലും സീരിയലുകളിലും ഒക്കെ അഭിനയിക്കുന്ന ഒരാളാണല്ലോ വിദ്യ. അപ്പോൾ ചുഴി എന്ന ചിത്രത്തിലെ നായികമാരിൽ ഒരാളായി ക്ഷണം കിട്ടിയപ്പോൾ എന്താണ് തോന്നിയത്? ആദ്യം നായികയായിട്ടല്ലായിരുന്നു. ഫസ്റ്റ് ചേച്ചി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് ജസ്റ്റ് ഒരു ഗോസ്റ്റിൻ്റെ റോളെന്നായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഗോസ്റ്റ് റോളും അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പം ഓക്കെ ചെയ്യാമെന്നായിരുന്നു. അത് കഴിഞ്ഞൊരു 1 hour കഴിഞ്ഞിട്ടാണ് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞത് ക്യാരക്ടർ മാറി, അതിൽ 2 ഗേൾസിനുള്ള അതിലൊരു ഗേളായിട്ടാണ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് സന്തോഷം, നമ്മൾ വർക്ക് ചെയ്യുന്നില്ല, ആർട്ടിസ്റ്റ് അല്ലേ, അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് സെറ്റിൽ ചെന്നിട്ടാണ് ഞാൻ അറിയുന്നത് ആ 2 പേരിലൊരു മെയിൻ ക്യാരക്ടറാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയി, ഭയങ്കര ഹാപ്പി ആയിരുന്നു, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം പിന്നെ അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടി വായിച്ചപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു വലിയൊരു ക്യാരക്ടർ തന്നെയാണ് അത്. ഒരു കണ്ടിന്യൂസ് പോകുന്നൊരു വലിയ ക്യാരക്ടർ തന്നെയാണ് ചേച്ചി വിശ്വാസത്തിൽ തന്നെ ഏൽപ്പിച്ചതും. അപ്പോൾ അത് നന്നായിട്ട് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുമ്പോൾ ചെയ്തു എന്നാണ് വിശ്വാസം. മറ്റു വർക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ചുഴിയിൽ എന്താണ് ഒരു പ്രത്യേകത? ചുഴിയുടെ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എന്താണ് ഒരു പ്രത്യേകത തോന്നിയത്? ആക്ച്വലി ഞാനൊരു മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഷോർട്ട് ഫിലിം ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യാൻ പോയത്. 1 hour അടുപ്പിച്ചുണ്ട് ചുഴി എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം. അപ്പോൾ അത് കണ്ടിട്ടും അവിടെ ക്രൂവും എല്ലാം കണ്ടുമ്പോൾ കറക്റ്റ് ഒരു ഫിലിം ബേസ്ഡ് ഒരു ആംബിയൻസ് തന്നെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം അതിലൊരു പാർട്ടാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷം. ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ എന്നുള്ള രീതിയിലാണല്ലോ സുമി പ്രശാന്ത് ഇതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് അതൊരു ഡ്യൂറേഷൻ കാരണം ഒരു ഫിലിമായി മാറുകയായിരുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിക്കുമെന്ന്? ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു സെറ്റിൽ വന്നപ്പോഴത്തേക്കും ആദ്യം അപ്പോഴും എൻ്റെ മനസ്സിൽ ഷോർട്ട് ഫിലിം തന്നെയായിരുന്നു. ബട്ട് പിന്നെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു, എല്ലാവരെയും കണ്ട് തുടങ്ങിയപ്പോഴത്തേക്കുമാണ് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയി നോക്കിയപ്പോൾ ഒരു മൂവി ചെയ്യും പോലെ തന്നെയാണ് അവർ ഇത്രയും ചെയ്തത്. പക്ഷെ ഷോർട്ട് ഫിലിം ഇത്ര ഒരു 1 hour കൂടുതലുണ്ട് ഈ ഷോർട്ട് ഫിലിം. അപ്പോഴത്തേക്കും അവർ ചെയ്ത ഓരോ മൊമെൻറ്റ്സും നോക്കിയപ്പോൾ അത് മെയിനായിട്ട് ലേഡി ഡയറക്ടറായിരുന്നു, സുമി ചേച്ചിയായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല. പക്ഷേ ഭയങ്കര അവർ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് ആ ഷോർട്ട് ഫിലിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഭാഗമായതും എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിനുശേഷം അഭിനയത്തിൽ അതിൻ്റെ ഒരു മാറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടോ? അതായത് ബാക്കി വർക്ക് ചെയ്യുമ്പോൾ ചുഴിയിൽ നിന്നുള്ള എക്സ്പീരിയൻസ് അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ പോസിറ്റീവായി? പിന്നെ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. അത് മെയിനായിട്ട് നമ്മൾ രാവിലെ തൊട്ട് നൈറ്റ് വരെയും ഷൂട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. അപ്പോഴത്തേക്കും നല്ല എഫേർട്ട് ഇട്ട് തന്നെയാണ്, പ്രത്യേകിച്ച് ഡയറക്ടർ, അതിൻ്റെ കൂടെ ക്രൂ കാര്യങ്ങളെല്ലാം ഭയങ്കര എഫേർട്ട് ഇട്ട്. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും ഒന്നും ചെയ്യത്തില്ലായിരുന്നു. പിന്നെ അതിന് ശേഷം തിയേറ്ററിൽ പ്രിവ്യൂ ഷോ നടത്തിയപ്പം അതാണ് നമ്മൾ റിയലി കണ്ടപ്പോൾ നമുക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്നൊരു തോന്നിയത്. പക്ഷെ ഇത്രയും ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു ഷോർട്ട് ഫിലിമിൽ. ഞാൻ ഇത്രയും അഭിനയിച്ചതിൽ വെച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം എൻ്റെ ലൈഫിൽ കിട്ടിയത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ഫാമിലിയുടെ ഒന്നിച്ചാണ് ഞങ്ങൾ പ്രിവ്യൂ ഷോ കാണാൻ പോയത്. അത് തന്നെ എനിക്കൊരു വലിയ കാര്യം. അവർ തന്നെ മകൾ ഇന്നൊരു ആർട്ടിസ്റ്റ് ആണ്, പക്ഷെ ഇതുവരെ അവരൊരു തിയേറ്ററിൽ പോയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ്. ഒരു ഫിലിമിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ എങ്കിലും അത് ചെറിയൊരു ക്യാരക്ടറാണ്. പക്ഷേ ഇങ്ങനൊരു 1 hour കൂടുതലൊരു ഫിലിം ഇതുപോലൊരു തിയേറ്ററിൽ ഇരുന്ന് കാണുന്നത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഫാമിലിയോടൊപ്പം. അതിന് ഭയങ്കര സന്തോഷമുണ്ട്. ചുഴിയിലേക്ക് കാസ്റ്റ് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ ഈ കഥാപാത്രത്തെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരുന്നോ? അത് എത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കുമെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരുന്നോ? അതോ ലൊക്കേഷനിൽ വന്നതിന് ശേഷമാണോ അതേക്കുറിച്ചൊരു ധാരണ കിട്ടിയത്? ഇല്ല, ഒരു ഐഡിയ ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് എനിക്കറിയത്തുള്ളൂ. അപ്പോൾ ലൊക്കേഷനിൽ പോയപ്പോഴത്തേക്കാണ് ഇന്നൊരു ക്യാരക്ടറാണ് എന്ന് പറയുന്നത്. അപ്പം സ്റ്റോറി വായിച്ച് ചേച്ചി പറഞ്ഞപ്പോഴത്തേക്കും ഒരു നെഗറ്റീവ് ഷെയ്ഡ് തന്നെയാണ് ക്യാരക്ടർ. അപ്പോൾ എനിക്ക് കൂടുതൽ നെഗറ്റീവ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് താല്പര്യമായിരുന്നു നെഗറ്റീവ് ആണല്ലോ എന്ന്. അങ്ങനെ ഓക്കെ പറഞ്ഞു ചെയ്തതാണത്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ലൊരു ക്യാരക്ടർ തന്നെയായിരുന്നു. ഒരു ഹൊറർ സബ്ജക്റ്റ് ആണല്ലോ ചുഴിയുടേത്. അപ്പോൾ ഇതിൽ അഭിനയിക്കുന്ന സമയത്ത് പേടിപ്പിക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ സെക്കൻഡ് ഷൂട്ട് വന്നിട്ട് ഈഞ്ചയ്ക്കൽ അമ്മ വീട് എന്ന് പറഞ്ഞൊരു വീടായിരുന്നു. കറക്റ്റ് ആ വീട് കണ്ടാൽ തന്നെ അറിയാം, കറക്റ്റ് ഒരു ഗോസ്റ്റ് ഹൗസ് പോലെ തന്നെയായിരുന്നു. എൻ്റെ അകത്തെ ആംബിയൻസും കാര്യങ്ങളും എല്ലാം അതുപോലെയായിരുന്നു. അപ്പം ഞങ്ങൾ 2-3 ഗേൾസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ അകത്തിട്ട് കയറുമ്പോഴും ഈ പഴയ തറവാട് പോലത്തെ ആയിരുന്നു. അപ്പോൾ ഭയങ്കര, ഒന്നാമത് ഈ ഷോർട്ട് ഫിലിമേ ഒരു ഗോസ്റ്റിൻ്റെയാണ്. അപ്പോൾ ആ ഒരു ആംബിയൻസ് കണ്ടപ്പോഴത്തേക്ക് നല്ലൊരു സെയിം ഫീൽ ചെയ്യാണ് നമുക്ക് ഉണ്ടായത്. അപ്പം ചെറിയൊരു പേടിയും കയറും. പക്ഷെ ഇത്രയും ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു. കാരണം രാത്രിയായിരുന്നു ഷൂട്ട്, ഇത്രയും പേര്, അതും ലേറ്റ് നൈറ്റ് ഷൂട്ടൊക്കെ ആയിരുന്നു. അപ്പം രസമായിരുന്നു എല്ലാവരും കൂടി.
ഇതിലെ നായികമാരിൽ ഒരാളാണല്ലോ, അപ്പോൾ ഡബിങ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഓൺ ഡബ് ആയിരുന്നോ? ഡബ്ബിങ് എക്സ്പീരിയൻസ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സുമി ചേച്ചി ഫസ്റ്റ് ഡേ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് എന്നെ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് ആക്സിഡൻ്റ് ആയിട്ട് എനിക്കന്ന് എത്താൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു ടെൻഷൻ അടിച്ച കാര്യം. കാരണം എന്നെ വെയിറ്റ് ചെയ്തിട്ടാണ് അവർ അത്രയും ഒരു ടൈം ഷെഡ്യൂൾ വെച്ച് ചെയ്തത്. അപ്പം അത് ഭയങ്കര ഇതായിപ്പോയി. പിന്നെ 1 വീക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അടുത്ത ചേച്ചി ഡേറ്റ് ഫിക്സ് ചെയ്ത് ചെന്ന് ഡബ് ചെയ്തത്. ചുഴിക്ക് ശേഷമുള്ള വർക്കുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത് സി കേരളയിലെ കുടുംബശ്രീ ശാരദ സീരിയലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്കൊരു ഓൺ ചാനലുണ്ട്, ചിമ്മിനി സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ സ്റ്റോറീസ് എഴുതുന്ന ഞാനാണ്. പിന്നെ ഒരു 3-4 ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ കൺഫേം പറഞ്ഞിട്ടില്ല. പിന്നെ സീരിയൽ അതും കാസ്റ്റിംഗ് കോളൊക്കെ കൊടുത്ത് എല്ലാം ചെയ്തിട്ടുണ്ട്, അതും കൺഫേം ആയിട്ടില്ല. ഇപ്പോൾ കറൻ്റ്ലി ഒരു സീരിയലും ബാക്കി ഞാൻ ഇപ്പം ഫുൾ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ യൂട്യൂബ് ചാനലാണ്, ചിമ്മിനി സ്റ്റോറീസ് ആണ് എൻ്റെ പേര്. അപ്പം അതാണ് ഇപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫേസ് ടു ഫേസിൻ്റെ പ്രേക്ഷകരോട് വിദ്യയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഓഗസ്റ്റ് 17-ാം തീയതി ചിങ്ങ 1-ന് മിറാക്കിൾ മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ചുഴി റിലീസാവുകയാണ്. എല്ലാവരും അത് കാണണം. ഒരുപാട് പേരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ആ ഒരു മൂവി. എല്ലാവരും നമ്മുടെ മൂവി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഫേസ് ടു ഫേസിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം.